Good afternoon. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്, ഓക്കെ. ഓക്കെ, ഇടയ്ക്ക് കുട്ടികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് 1-2 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇന്നിപ്പോ എത്ര 35 പേരാണ്, 35-36 പേരോളാണ് ജോയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു? ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? ഫ്രണ്ട് ഓഫീസ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. നെക്സ്റ്റ് പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് അല്ലെ? ആ ഒരു സെക്ഷനും ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ? രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഫസ്റ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം പഠിച്ചു, രണ്ടാമത്തെ ഫ്രണ്ട് ഓഫീസ്. ഇനി അപ്പൊ ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മള് ഹോസ്പിറ്റലില് ഒരു പേഷ്യൻസ് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞത് അല്ലെ? The front office is a department of the hospital which directly makes contact with the patient where they first arrive. അല്ലെ? അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലെ? Face and voice of the hospital. So they are essentially the face and voice of the hospital, and they play an important role in the representing the organization. ആ ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് ആ ഫ്രണ്ട് ഓഫീസ്, ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ? അത് അവിടുത്തെ ഇത് എങ്ങനെയിരിക്കും? നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ ആ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കിട്ടുന്ന എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്ന, അതാണ് ശരിക്കും ഒരു ഓർഗനൈസേഷന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെയധികം പ്രധാനമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ? ഇനി നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ മീൻ? എന്താണ് കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് എന്താണ് മീൻ ചെയ്യുന്നത്? നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു വേർഡാണ് അല്ലെ കസ്റ്റമർ. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമർ ആരാണ്? ഉപഭോക്താക്കൾ അല്ലെ? എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുന്നവരാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? കസ്റ്റമേഴ്സ്. A customer is referred to as individual or household. Household എന്ന് പറഞ്ഞാൽ group of people. Household means group of people. അതൊരു ഇൻഡിവിജ്വൽ ആകാം, ഒരു വ്യക്തി ആകാം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളാകാം. That purchase goods and services generated within the economy. Economy എന്ന് പറഞ്ഞാൽ എന്താ? സമ്പദ് വ്യവസ്ഥ. നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒരു സർവീസോ അല്ലെങ്കിൽ ഗുഡ്സോ പർച്ചേസ് ചെയ്യുന്ന ഇൻഡിവിജ്വലിനെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരെയുമാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. അവിടെ അണ്ടർലൈൻ ചെയ്തോട്ടെ സെന്റൻസ്. An individual or household that purchase goods and services generated within the economy is called a dash. അല്ലെങ്കിൽ നമുക്ക് ഡാഷ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ അത് തന്നിട്ട് അവിടെ ആരാണ് എന്നുള്ളതും ചോദിക്കാം കേട്ടോ. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. എന്താ? ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒരു സർവീസോ ഗുഡ്സോ പർച്ചേസ് ചെയ്യുന്ന വ്യക്തി, ഒരു ഇൻഡിവിജ്വലിനെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരെയുമാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെന്റൻസ്, നെക്സ്റ്റ് പോയിന്റ്, ദ വേർഡ് ഈസ് ഹിസ്റ്റോറിക്കലി ഡിറൈവ്ഡ് ഫ്രം custom which means habit. അപ്പൊ കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഏത് വേർഡിൽ നിന്നാണ്? കസ്റ്റം.
കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിക്കാറുണ്ട്. The word customer is historically derived from dash. ഏത് വേർഡിൽ നിന്നാണ്? custom. What is the meaning? habit. habit സ്വഭാവം അല്ലെങ്കിൽ ശീലം അല്ലെ? habit എന്ന് പറഞ്ഞ habit എന്നാണ് ഈ custom എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്. രണ്ട് ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന കസ്റ്റം എന്ന വേർഡിൽ നിന്നാണ്. വാട്ട് ഇസ് ദ മീനിങ് കസ്റ്റം? കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? ഹാബിറ്റ്. അണ്ടർലൈൻ ചെയ്തോ അത്? ഹാബിറ്റ്. HABIT. ഹാബിറ്റ്, ശീലം അല്ലെങ്കിൽ സ്വഭാവം എന്ന മീനിങ് എന്നാണ് കസ്റ്റം എന്നുള്ളതിന്റെ മീനിങ്. A customer is someone who frequently consults a particular shop and make it a habit of purchase goods from there, and within whom the shopkeeper had to maintain a relationship to keep his or her custom, which means expected purchase in the future. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? A customer is someone who frequently consults a particular shop. അതായത് ഒരു ഷോപ്പിൽ നിന്ന് പതിവായി വന്നുകൊണ്ട് ആ ഷോപ്പില് പതിവായി വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കസ്റ്റമർ എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ നമ്മൾ പറയും സ്ഥിരം കസ്റ്റമറാന്ന് പറയും. എന്താ? നമ്മൾ ആ ഷോപ്പിൽ നിന്ന് തന്നെയായിരിക്കും നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് അല്ലെ? someone who frequently consults a particular shop. ഒരു പർട്ടിക്കുലർ ഷോപ്പില് പതിവായി വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കസ്റ്റമർ എന്ന് പറയുന്നത്. And make it a habit to purchase goods from there. എന്താ? അവർക്ക് അവിടെ നിന്ന് ആ ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാവും. അവിടെ നിന്ന് അവര് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ? നിങ്ങൾക്ക് ഉണ്ടാവൂല അങ്ങനെ ഷോപ്പ്? നമ്മൾ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ഒരു ഷോപ്പില്ലേ? and make it habit to purchase goods from there. അവിടെ നിന്ന് അവർ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ആ ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ നിന്ന്. And with whom the shopkeeper had to maintain the relationship to keep his or her. അവനോ അല്ലെങ്കിൽ അവളുമായിട്ട് ആ ഷോപ്പ് കീപ്പറിന് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ പോണ ഷോപ്പിലെ ആ ഷോപ്പിന്റെ ഷോപ്പ് കീപ്പർ അദ്ദേഹം നിങ്ങളുമായിട്ട് നല്ല പരിചയം ഉണ്ടാവുമല്ലോ. എല്ലാ ദിവസവും നമ്മൾ ചെല്ലുമ്പോൾ സ്ഥിരം നമ്മുടെ അവിടുത്തെ കസ്റ്റമർ ആണ് അല്ലെ? അപ്പൊ ഷോപ്പ് കീപ്പർ നമ്മളോട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും ഇല്ലേ? നമ്മൾ ചെല്ലുമ്പോൾ ആ ഒരു എന്താ ഷോപ്പ് കീപ്പറിന്റെ ഭാഗത്ത് നിന്ന് നല്ല ഒരു പെരുമാറ്റം ഉണ്ടെങ്കിലല്ലേ നമ്മൾ വീണ്ടും പോവുള്ളൂ. നമുക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ചോയ്സ് ഉണ്ട്, അവിടെ വേറെ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പോകും. അപ്പൊ എന്താ ശരിക്കും പറഞ്ഞാൽ അതെന്താണ്? നമ്മളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ആ ഷോപ്പ് കീപ്പർ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനു വേണ്ടിയാന്ന് നോക്കിയേ? to keep his or her custom, which means expected purchase in the future. എന്തിനു വേണ്ടി അങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇനി അവര് പ്രതീക്ഷിക്കുകയാണ് ഇനി ഫ്യൂച്ചറിലും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യും അല്ലേ? അതുപോലെ അതിനു വേണ്ടിയാണ് നമ്മളോട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഷോപ്പിൽ പോയി സാധനം വാങ്ങി, അപ്പൊ അവിടത്തെ ആ ഷോപ്പ് കീപ്പർ നമ്മളോട് നല്ല രീതിയിലാണ്, നല്ലൊരു പെരുമാറ്റമാണ്. അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴേ പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ വേഗം ഇതാവുമ്പോൾ നമുക്ക് ആ ഷോപ്പ് ഓൾറെഡി ഇഷ്ടപ്പെട്ടു. സാധനങ്ങൾ അവിടുത്തെ നല്ല ക്വാളിറ്റിയാണ്, അവിടുത്തെ പെരുമാറ്റം അതൊക്കെ നല്ല ഇതാവുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമ്പോ വീണ്ടും നമ്മൾ അവിടെ തന്നെ പർച്ചേസ് ചെയ്യുള്ളൂ അല്ലേ? അത് ശരിക്കും നമ്മളെ കസ്റ്റമറിനെ പിടിക്കാനുള്ള ഒരു തന്ത്രമാണ് ശരിക്കും ഷോപ്പ് കീപ്പർ. നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്ന്, നമ്മളോട് വിശേഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും നമ്മൾ അവിടെ തന്നെ പോകും. കണ്ടോ? അപ്പൊ എന്തിനാണ് അവരൊരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? വിച്ച് മീൻസ് എക്സ്പെക്റ്റഡ് പർച്ചേസ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിനോട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ അതിനകത്തുനിന്ന് 2 സെന്റൻസ് നോട്ട് ചെയ്തിടാട്ടോ. കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന കസ്റ്റം എന്ന വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് ആണ് ഹാബിറ്റ്. നെക്സ്റ്റ് നോക്കിയേ.
Customer needs may be defined as the goods or services a customer needs to achieve specific goals. Different needs are of varying importance to the customer. ഇനി എന്താണ് customer needs എന്ന് പറയുന്നത്? എന്താണ് customer needs? May be defined as goods or services a customer needs to achieve a specific goals. Underline ചെയ്തിട്ട് അത് ഒരു പ്രത്യേക ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യം. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്ന രീതിയിലുള്ള ഗുഡ്സോ സർവീസുകൾ, സാധനങ്ങളെയോ അല്ലെങ്കിൽ സേവനങ്ങളെയാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തേ. Customer needs may be defined as goods or services a customer needs to achieve a specific goals. പറഞ്ഞേ ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കുന്ന ഗുഡ്സ്, സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളെയോ അതിനെയാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് നീഡ്സ് ആർ ഓഫ് വെരിയിങ് ഇമ്പോർട്ടൻസ് ടു ദ കസ്റ്റമർ. എല്ലാ കസ്റ്റമറിന്റെ നീഡ്സ് ഒരുപോലെ ആയിരിക്കോ? ഡിഫറെന്റ് നീഡ്സ്, പല പല ആവശ്യങ്ങളായിരിക്കും അല്ലെ? പല പല ആവശ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പല പല ലക്ഷ്യങ്ങളായിരിക്കും. ഇപ്പൊ നമ്മള് കടയിൽ ഒരു ഷോപ്പിൽ പോകുന്നത് എന്തെങ്കിലും വാങ്ങാന്നുള്ളത് അതുപോലെ ആവണമെന്നില്ല വേറൊരു കസ്റ്റമർ ചെല്ലുമ്പോ അല്ലെ? ഡിഫറെന്റ് നീഡ്സ് ആർ ഓഫ് വെരിയിങ് ഇമ്പോർട്ടൻസ് ടു ദ കസ്റ്റമർ. ആ കസ്റ്റമറിന്റെ പ്രാധാന്യം അനുസരിച്ച് നമുക്ക് ആ ഒരു നീഡ്സ് അല്ലെ അത് വ്യത്യാസമായിരിക്കും. കസ്റ്റമർ നീഡ്സ് വ്യത്യാസമായിരിക്കും. നെക്സ്റ്റ് നോക്കിയേ. അപ്പൊ അതിനകത്തുനിന്ന് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഈസ് കോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. സെന്റൻസ് നിങ്ങൾ ആ മീനിങ്ങും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. ആ മീനിങ് അവിടെ തരും, ഒന്നില് ഡാഷ് ഇട്ട് തരും, അല്ലെങ്കിൽ ആ സെന്റൻസ് അതുപോലെ തരും. ഗുഡ്സ് ഓർ സർവീസസ് എ കസ്റ്റമർ നീഡ്സ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ് ഈസ് കോൾഡ് ഡാഷ്. എന്ത് പറയും? കസ്റ്റമർ നീഡ്സ്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് ചോദിക്കുക എന്നുള്ളത് ഇതേ രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ ടെക്സ്റ്റില്. നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് പോയിന്റ് എന്താ? കസ്റ്റമർ എക്സ്പെക്ടേഷൻസ്. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകൾ. ഇനി കസ്റ്റമറിന്റെ പ്രതീക്ഷകള് എന്തിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് വെച്ചാൽ സ്വാധീനിക്കുക. കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചറൽ വാല്യൂസ്. എന്തിനെയൊക്കെയാണ് കസ്റ്റമറിന്റെ പ്രതീക്ഷകള് സ്വാധീനിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? കൾച്ചറൽ വാല്യൂസ്, എന്താ? സാംസ്കാരിക മൂല്യങ്ങൾ. ആ ഒരു പർട്ടിക്കുലർ സർവീസോ അല്ലെങ്കിൽ ഗുഡ്സിനോ ഉള്ള ഒരു സാംസ്കാരിക മൂല്യം. Then advertising, പരസ്യങ്ങള്. മാർക്കറ്റിംഗ്, അടുത്തത് മാർക്കറ്റിംഗ്. ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ, മറ്റു കമ്മ്യൂണിക്കേഷൻ. ആരൊക്കെ തമ്മില്? ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് ദ അതർ സോഴ്സസ്. ആ സപ്ലയറും മറ്റുള്ള സോഴ്സ്, ആ സോഴ്സസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാ കാര്യങ്ങളും ഏത്? കസ്റ്റമറിന്റെ പ്രതീക്ഷകളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അതെന്റെ 4 അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡാഷ്. അങ്ങനെ ചോദിക്കാം. എയിലും തരാം കൾച്ചറൽ വാല്യൂസ്, ബിയിൽ അഡ്വർടൈസിങ്, സിയില് മാർക്കറ്റിംഗ്, ഡി ഓപ്ഷനില് ഓൾ ഓഫ് ദ എബോവ് എന്നും ചോദിക്കാം. അല്ലെങ്കിൽ അതിനകത്ത് വരാത്തത് ഏതെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാത്തതോ അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ നോക്കാം. കസ്റ്റമറിന്റെ പ്രതീക്ഷകള് എന്തിനെയൊക്കെ സ്വാധീനിക്കുന്നു? കൾച്ചറൽ വാല്യൂ, അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ആണ് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ്. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ഇവിടെ ചോദിക്കാറുണ്ട് കേട്ടോ. കസ്റ്റമർ സർവീസ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ്. കസ്റ്റമർ സർവീസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്ലയന്റ് സർവീസ്. ഈസ് ദ പ്രൊവിഷൻ ഓഫ് സർവീസ് ടു കസ്റ്റമർ ബിഫോർ, ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ പർച്ചേസ്. ഇതെന്താണ് കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ? ഇതൊരു വ്യവസ്ഥയാണ്. ഈസ് ദ പ്രൊവിഷൻ. കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആണ്. അതിൽ 4 കാര്യങ്ങൾ ഇട്ടാൽ മതി. അവിടെ കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞേക്കുന്നത്, സപ്ലയറും മറ്റുള്ള സോഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അത് 4 വേർഡ്സും നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ മതി. ഫുള്ള് ചെയ്യണമെന്നില്ല കേട്ടോ. ആൻഡ് കമ്മ്യൂണിക്കേഷൻ.
നെക്സ്റ്റ് നോക്കിയേ, കസ്റ്റമർ സർവീസ് ആണ് പറഞ്ഞത്. ഈസ് ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ്. എന്താണ് കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ? ഈസ് ദ പ്രൊവിഷൻ, ഒരു വ്യവസ്ഥയാണ്. പ്രൊവിഷൻ ഓഫ് സർവീസ് ടു കസ്റ്റമേഴ്സ് ബിഫോർ, ആഫ്റ്റർ ആൻഡ് ഡ്യൂറിങ് പർച്ചേസ്. അത് പർച്ചേസ് ചെയ്യുമ്പോൾ, പർച്ചേസിന് മുമ്പും അല്ലെങ്കിൽ പർച്ചേസിന് ശേഷവും പർച്ചേസ് സമയത്തും ആ കസ്റ്റമേഴ്സിന് നൽകുന്ന സർവീസ് ആണ് കസ്റ്റമർ സർവീസ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. സർവീസ് ടു കസ്റ്റമർ, സർവീസിന് ഈ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു സർവീസ് ആണ്. എപ്പോഴൊക്കെയാ? ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ പർച്ചേസ്. പർച്ചേസിന് മുന്നും പർച്ചേസ് സമയത്തും പർച്ചേസിന് ശേഷവും കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു സർവീസ് ആണ് കസ്റ്റമർ സർവീസ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, അക്കോർഡിംഗ് ടു ടർബാൻ ആക്ട്. അതൊന്ന് കറക്റ്റ് ചെയ്തോട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ നോക്കിയേ. അക്കോർഡിംഗ് ടു ടർബാൻ ആക്ട് എന്നാണ്. ACT ആക്ട്. ടർബാൻ ആക്ട് 2002 ഒരു ആക്ട് ആണ് അത്. ടർബാൻ ആക്ട് 2002 ACT അവിടെ. ആക്ട് 2002. കസ്റ്റമർ സർവീസ് ടർബാൻ ആക്ട് അനുസരിച്ച് 2002 ടർബാൻ ആക്ട് അനുസരിച്ച് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമർ സർവീസ് ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈൻ ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്താ പറഞ്ഞേക്കുന്നത്? കസ്റ്റമറിന്റെ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിന്റെ സംതൃപ്തി അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ് ഏത്? കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. കണ്ടോ? കസ്റ്റമറിന്റെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നത് അല്ലെ? അല്ലെങ്കിൽ കസ്റ്റമറിനെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയുടെ ലെവല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സെന്റൻസ് ആണോ? ഫസ്റ്റ് സെന്റൻസ് എന്താ പറഞ്ഞേക്കുന്നത്? കസ്റ്റമർ സർവീസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്ലയന്റ് സർവീസ്. ചോദിക്കാം, കസ്റ്റമർ സർവീസ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്തെങ്കിലും ക്ലയന്റ് സർവീസ്. ഇനി എന്താണ് ക്ലയന്റ് സർവീസ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്? ഇസ് എ പ്രൊവിഷൻ ഓഫ് സർവീസ്. ഇതൊരു വ്യവസ്ഥയാണ്. എന്താണ്? കസ്റ്റമറിന് അത് നമ്മളെ പർച്ചേസിന് മുന്നും അല്ലെങ്കിൽ അതിന് ശേഷവും അത് പർച്ചേസ് സമയത്തും ഒക്കെ കൊടുക്കുന്ന ഒരു കസ്റ്റമറിന് കൊടുക്കുന്ന സർവീസ്, അതാണ് കസ്റ്റമർ സർവീസ്. അപ്പൊ ഏരിയന്ന് അറിയാലോ, കസ്റ്റമറിന് കൊടുക്കുന്ന സർവീസ് എപ്പോഴും കൊടുക്കുന്നതാ? പർച്ചേസിന് മുന്നേ, പർച്ചേസിന് ശേഷം, പർച്ചേസ് സമയത്തും കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു സർവീസ്. ക്ലിയർ ആയോ മോൾക്ക്? ഓക്കെ ആണോ? കസ്റ്റമർ സർവീസ് കസ്റ്റമറിന് കൊടുക്കുന്ന സർവീസ് ബിഫോർ, ആഫ്റ്റർ ആൻഡ് ഡ്യൂറിങ് പർച്ചേസ്. ഓക്കെ. ഇനി നോക്കിയാൽ അക്കോർഡിംഗ് ടു ടർബാൻ ആക്ട് 2002 ടർബാൻ ആക്ട് അനുസരിച്ച് കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞ എന്താണ്? ഇസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ്. ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ്. എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടാണ്? ഡിസൈൻ ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറിന്റെ സംതൃപ്തി അതല്ലേ ഇമ്പോർട്ടന്റ് അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെ? പേഷ്യന്റിനെ സംതൃപ്തരാക്കുക. ഇപ്പൊ നമ്മളെ മാർക്കറ്റ് ഇതിലാണെങ്കിലും ഇപ്പൊ ഒരു ഷോപ്പ് കീപ്പർ ആണെങ്കിലും കസ്റ്റമറിനെ സംതൃപ്തിപ്പെടുത്തണം അല്ലെ? കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് ചെല്ലുള്ളൂ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് അവർ വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അവിടുത്തെ സർവീസ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലൊക്കെ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്, വേറെ ഹോസ്പിറ്റലിലേക്ക് പോകും. നിങ്ങളും ചിലപ്പോ അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടാവും ഹോസ്പിറ്റലുകൾ അല്ലെ? അപ്പൊ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അതാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അതിന്റെ ലെവല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങളെയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ. Thus is the feeling that a product or service has met the customer expectation. അപ്പൊ അതെന്താണ് മീൻ ചെയ്യുന്നത്? എന്താണത്? കസ്റ്റമറിന്റെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നു. അതാണ് കസ്റ്റമർ സർവീസ്. എന്താണ്? കസ്റ്റമറിന്റെ
പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നു. Is the feeling that a product or service has met the customer expectation. Expectation എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷകൾ. കസ്റ്റമറിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നു. അതൊരു പ്രൊഡക്റ്റ് ആയാലും സേവനമായാലും അതാണ്. Customer service can be given by salesman or hospital executives. Underline ചെയ്തിട്ടെ. ഒരു ബിസിനസ് എന്ന നിലയിൽ കസ്റ്റമർ സർവീസ് ആർക്ക് കൊടുക്കാം? Given by salesman. സെയിൽസ്മാന് കൊടുക്കാം. കസ്റ്റമർ സർവീസ് can be given by salesman. ബിസിനസ് ആണെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ കസ്റ്റമർ സർവീസ് ഗിവൺ ബൈ സെയിൽസ്മാൻ, ഓർ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ സെയിൽസ്മാൻ ഓർ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ്. നെക്സ്റ്റ് നോക്കിയേ, ഓൾദോ ത്രൂ ഓട്ടോമാറ്റഡ് ഇന്റേണൽ സർവീസ്. ഒരു കാര്യം കൂടി, ഇന്റർനെറ്റ് വഴി, ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസ് വഴിയും കസ്റ്റമർ സർവീസ് കൊടുക്കാൻ പറ്റും. 3 എണ്ണം: സെയിൽസ്മാൻ, ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ഓർ ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസ് വഴിയും കസ്റ്റമർ സർവീസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, സെയിൽസ്മാൻ വഴിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് വഴിയോ അല്ലെങ്കിൽ ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസ് വഴിയോ കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ, നൽകാൻ കഴിയും. ദ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ഓഫൻ ദ ഫസ്റ്റ് പേഴ്സൺ വിത്ത് whom patient has with the medical facility. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. The medical receptionist is often the first person with whom patient has with the medical facility. ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് പേഷ്യൻസ് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ആര്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. Dash is often the first person with whom patient has with the medical facility. ആരാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. നെക്സ്റ്റ് നോക്കിയേ സെന്റൻസ്. ഗിവിംഗ്, അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, giving patients individual attention can go a long way in establishing their positive experience with the facility. അതെങ്ങനെയാ? അവിടെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനെയും നമ്മൾ പരിഗണിക്കണം, ഓരോ വ്യക്തികളെയും പരിഗണിക്കണം. ഗിവിംഗ് പേഷ്യന്റ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. കണ്ടോ? ശ്രദ്ധ. ഓരോ വ്യക്തിയെയും പരിഗണിച്ചുകൊണ്ട് ആയിരിക്കണം അതിലൂടെ നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. അതായത് എന്താണ്? എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കാൻ കഴിയും. ദർ പോസിറ്റീവ് എക്സ്പീരിയൻസ് വിത്ത് ദ ഫെസിലിറ്റി. ആ ഒരു ഫെസിലിറ്റിയിൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനെയും ശ്രദ്ധ കൊടുക്കണം. ഓരോ ഇൻഡിവിജ്വലിനെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് സ്ഥാപിക്കാൻ പറ്റും. ആ ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള, ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു അനുഭവം, ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് സ്ഥാപിക്കാൻ പറ്റും പേഷ്യൻസിന്. അവരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണ്ടേ? നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണ്ടേ? ഓരോ പേഷ്യൻസിനും, നമ്മുടെ എല്ലാ പേഷ്യൻസും ഒരുപോലെയാണ്, എല്ലാവർക്കും കെയർ കൊടുക്കണം. അവിടെ പാർഷ്യാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ പാടില്ല അല്ലെ. ഓരോ ഇൻഡിവിജ്വലിനും ശ്രദ്ധ കൊടുക്കണം. ഗിവിംഗ് പേഷ്യന്റ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ഉണ്ടോ? അങ്ങനെ നമുക്കൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് സ്ഥാപിക്കാൻ കഴിയും. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സ്ഥാപിക്കാൻ കഴിയും. ഇനി നെക്സ്റ്റ് ആണ് CRM. എക്സാമിനെ ചോദിക്കാറുണ്ട് കേട്ടോ, എക്സ്പാൻഡഡ് ഫോം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമുക്ക് 2 or 3 എക്സ്പാൻഡഡ് ഫോം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. അപ്പൊ ഓരോന്നും പറയുമ്പോൾ തന്നെ നിങ്ങൾ അത് നോട്ട് ചെയ്തിടുക. ഇവിടെ എക്സ്പാൻഡ് CRM അല്ലെ, റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് CRM. CRM എന്ന് പറഞ്ഞ എന്താണ്? CRM സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, അതാണ് CRM. അണ്ടർലൈൻ ചെയ്തോട്ടാ. CRM stands for Customer Relationship Management.
As the name indicate, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ് ചെയ്യുന്നത്? CRM software is a system for managing relationship with the customers. പേരെന്താ? Customer relationship management. അല്ലെ? കസ്റ്റമറുമായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുള്ള സിസ്റ്റം, അതാണ് CRM സോഫ്റ്റ്വെയർ. കസ്റ്റമറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് CRM സോഫ്റ്റ്വെയർ. അണ്ടർലൈൻ ചെയ്തോട്ടോ. CRM software is a system for managing relationship with the customers. കസ്റ്റമേഴ്സുമായിട്ടുള്ള നല്ലൊരു ബന്ധം നിലനിർത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ് CRM സോഫ്റ്റ്വെയർ. രണ്ട് കാര്യങ്ങൾ അതിന് പഠിക്കണം. CRMന്റെ എക്സ്പാൻഡഡ് ഫോമും പഠിക്കണം. CRM സോഫ്റ്റ്വെയർ എന്താണ്? ഡാഷ് ഈസ് എ സിസ്റ്റം, അങ്ങനെ ചോദിക്കാം. ഡാഷ് ഈസ് എ സിസ്റ്റം ഫോർ മാനേജിങ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുക, ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് CRM സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM? ഇനി ഹെൽത്ത് കെയർ CRM എന്ന് പറഞ്ഞ എന്താ? ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ക്യാൻ മാനേജ് എ കംപ്ലീറ്റ് ഡേറ്റാബേസ് ഓൺ പേഷ്യന്റ് ദാറ്റ് ആർ റെക്കോർഡഡ് സെക്യൂർലി ആൻഡ് cannot be accessed by the third parties. ഇനി അപ്പൊ CRM സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞു അല്ലെ? ഹെൽത്ത് കെയർ CRM, ആ സോഫ്റ്റ്വെയർ ഹെൽത്ത് കെയർ കസ്റ്റമർ ഹെൽത്ത് കെയർ CRM ക്യാൻ മാനേജ്. ആ CRM എന്താ ചെയ്യുന്നത്? എ കംപ്ലീറ്റ് ഡേറ്റാബേസ് ഓൺ എ പേഷ്യന്റ്. പേഷ്യൻസിന്റെ സംബന്ധിക്കുന്ന എല്ലാ ഡേറ്റാസും എന്താ, അതിന്റെ റെക്കോർഡുകൾ സുരക്ഷിതമായി സൂക്ഷിക്കും. കണ്ടോ? complete database on patient data record securely. Secure എന്ന് വെച്ചാൽ സുരക്ഷിതമാണ് അവിടെ. And it cannot be accessed by the third parties. മൂന്നാമതൊരാൾക്ക്, തേർഡ് പാർട്ടിക്ക് അത് അസസ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ? അങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കും. സുരക്ഷിതമായ റെക്കോർഡ്സ് സുരക്ഷിതമാക്കി വെക്കും. അത് തേർഡ് പാർട്ടിക്ക് അസസ് ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉള്ള ഒരു കംപ്ലീറ്റ് ഡേറ്റാബേസ് ആണ് ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് സെക്യൂർ ആണ്, അവിടെ സുരക്ഷിതമാണ്. തേർഡ് പാർട്ടിക്ക്, മൂന്നാമതൊരാൾക്ക് അത് അസസ് ചെയ്യാൻ പറ്റില്ല. CRM medical software can easily provide an information required to patient through text, phone calls or email from anywhere at any time. ഇത് നോക്കിയേ, CRM മെഡിക്കൽ സോഫ്റ്റ്വെയർ ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. അതെന്ത് ചെയ്യാണ്? നമുക്ക് ക്യാൻ ഈസിലി പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ റിക്വയർഡ് ടു ദ പേഷ്യന്റ്. പേഷ്യന്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങള് അത് ടെക്സ്റ്റ് ആയിട്ട്, ലെറ്റേഴ്സിലൂടെ ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫോൺ കോൾസിലൂടെയോ അല്ലെങ്കിൽ ഇമെയിലിലൂടെയോ എവിടെ ഫ്രം എനിവെയർ എനി ടൈം, ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും, ലഭ്യമാക്കാൻ പറ്റും. അത് ടെക്സ്റ്റ് നിങ്ങൾക്ക് മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വരും, ഇമെയിൽ കാര്യങ്ങള് അല്ലെങ്കിൽ ഫോൺ കോൾസ്, ഇതിൽ കൂടെ ഒക്കെ നമുക്ക് പേഷ്യന്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങള് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാണ് CRM സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. മെഡിക്കൽ സോഫ്റ്റ്വെയർ ആണ്. പ്രൊവൈഡ് ദി ഇൻഫർമേഷൻ റിക്വയർഡ്, ആർക്ക് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ടെക്സ്റ്റ് വഴിയോ, അതിനകത്ത് പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റാബേസ് ഉണ്ട്. പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ് ടെക്സ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഫോൺ കോൾസിലൂടെയോ അല്ലെങ്കിൽ ഇമെയിൽസിലൂടെയോ ഒക്കെ ഏത് സമയത്തും എവിടെ വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാനായിട്ട് CRM സോഫ്റ്റ്വെയറിന് കഴിയും. അണ്ടർലൈൻ ചെയ്തേ. ഇനി എല്ലാ ഡേറ്റാസും ആ സോഫ്റ്റ്വെയറിൽ സെക്യൂർ ആയിരിക്കും. Furthermore, അത് കൂടാതെ this information can also be used by hospital to keep them informed of personalized care as they ask the type of marketing measure.
ഇനി ഇത് കൂടാതെ എന്താണ്, ഹോസ്പിറ്റലിനും ഈ CRM സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹോസ്പിറ്റലിലും ആ ഇൻഫർമേഷൻസ് ഹോസ്പിറ്റലിന് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാ, മാർക്കറ്റിംഗ് നടപടി എന്ന നിലയിൽ ഒരു പേഴ്സണലൈസ്ഡ് കെയർ, ഒരു വ്യക്തിഗത പരിചരണത്തെ കുറിച്ച് അറിയാൻ, ആ പേഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ പെട്ടെന്നൊക്കെ എടുക്കണമെങ്കിൽ അല്ലെ, അങ്ങനെയൊക്കെ ആയിട്ടും ഈ ഹോസ്പിറ്റലിനും ഏത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റും. ഹെൽത്ത് കെയർ CRM ആണോ? അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അത് ഡാഷ് ക്യാൻ മാനേജ് കംപ്ലീറ്റ് അങ്ങനെ ചോദിക്കാം അവിടെ. ഹെൽത്ത് കെയർ CRM. അടുത്ത സെന്റൻസും നോട്ട് ചെയ്തിട്ടോ കേട്ടോ. ഈസിലി പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഏതാ, ടെക്സ്റ്റ് വഴിയോ ഫോൺ കോൾസോ ഇമെയിൽസ് വഴിയോ എവിടെയാണെങ്കിലും ഏത് സമയത്തും എത്തിക്കുന്നു. അത് കൂടാതെ തന്നെ ഹോസ്പിറ്റലിലും CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്, ആ പേഷ്യന്റ് കെയറിനെ കുറിച്ച്, രോഗി പരിചരണത്തെ കുറിച്ച് ഒരു വ്യക്തിഗത ഇൻഫർമേഷൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലും CRM സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. Then CRM in healthcare not only stores patient contact information. കണ്ടോ, അതാ പറഞ്ഞേക്കുന്നത്. ഈ CRM എന്ന് പറയുന്നത്, CRM ഹെൽത്ത് കെയറില് അത് പേഷ്യൻസിന്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല അത് സ്റ്റോർ ചെയ്യുന്നത്, but it also gives a comprehensive എന്ന് പറഞ്ഞാൽ എന്താ, സമഗ്രമായ. മീനിങ് അറിയില്ലാത്തവര് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. കോംപ്രിഹെൻസീവ്, സമഗ്രമായ overview of their medical history, അവർക്കുടെ മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ അപ്പോയിന്റ്മെന്റ്സ്, അവർക്കുടെ അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻ, മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യില്ലേ, ഇതെല്ലാം അങ്ങനെ മൊത്തത്തിലുള്ള ഒരു കോംപ്രിഹെൻസീവ്, സമഗ്രമായിട്ടുള്ള ഒരു അവലോകനവും ഈ CRM സോഫ്റ്റ്വെയർ നമുക്ക് തരുന്നുണ്ട്. പേഷ്യൻസിനെ കുറിച്ചുള്ള കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ ഡേറ്റാസ് മാത്രമല്ല, പേഷ്യൻസിന്റെ ഡേറ്റ മാത്രമല്ല അതിനകത്ത് സൂക്ഷിക്കുന്നത്. എന്തൊക്കെ തരും നമുക്ക്? അത് കൂടാതെ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണെന്ന് നമുക്ക് സോഫ്റ്റ്വെയറിൽ അറിയാൻ പറ്റും. അവരുടെ അപ്പോയിന്റ്മെന്റ്സ്, പിന്നെ അതുപോലെ പ്രിസ്ക്രിപ്ഷൻ, എന്തൊക്കെ മരുന്നുകളാണ് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത്, ഇതെല്ലാം നമുക്ക് ഒറ്റ ക്ലിക്കില് കമ്പ്യൂട്ടറിൽ നമുക്ക് കിട്ടും. ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ക്ലിയർ ആയോ? അത് അണ്ടർലൈൻ ചെയ്തേ. CRM സോഫ്റ്റ്വെയറിലൂടെ എന്തൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും? പേഷ്യൻസിന്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻസ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് CRM സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിരിക്കും, അത് എടുക്കാൻ പറ്റും. As well as in short, അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? The availability of medical CRM help the healthcare industry to offer instant services, solution and improve the overall performance of the hospital. മൊത്തത്തിൽ നമ്മൾ ചുരുക്കി നമ്മൾ പറയുകയാണെങ്കിൽ ഈ CRM സോഫ്റ്റ്വെയറിന്റെ അവൈലബിലിറ്റി, ലഭ്യതയോട് കൂടി ഹോസ്പിറ്റലില് എന്തൊക്കെ കാര്യം, ഇൻസ്റ്റന്റ് സർവീസ്, ഹോസ്പിറ്റൽ ഇപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സേവനങ്ങള്, സൊല്യൂഷൻസ്, അതുപോലെ തന്നെ അവിടുത്തെ ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രകടനം, പെർഫോമൻസ് മെച്ചപ്പെടുത്താനും ഈ CRM സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നു. അപ്പൊ നമുക്ക് ആ CRM സോഫ്റ്റ്വെയർ അവൈലബിൾ ആകുന്നതിലൂടെ എന്തൊക്കെ കിട്ടും? ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഇൻസ്റ്റന്റ് സർവീസുകൾ എന്തൊക്കെയാണ്, അവിടുത്തെ സൊല്യൂഷൻസ്, ഓരോന്നിന്റെ സൊല്യൂഷൻസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ആ പെർഫോമൻസ്, ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളും മെച്ചപ്പെടുത്താനും ഈ CRM സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഈ CRM-ന്റെ അവൈലബിലിറ്റി, ലഭ്യതയിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും? അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നേ? ഈ CRM സോഫ്റ്റ്വെയറിന്റെ ലഭ്യതയിലൂടെ നമുക്ക് ഹോസ്പിറ്റലിലുള്ള ഇപ്പോൾ ഉള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സർവീസുകള് അല്ലെ, നമുക്ക് പിന്നെ അവിടുത്തെ സൊല്യൂഷൻസ് ഇംപ്രൂവ്, അതുപോലെ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ്, ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഈ CRM സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നു.
അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. ഇനി നമ്മൾ ഒന്നുകൂടി പറഞ്ഞേക്കാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്. എക്സാമിന് ചോദിക്കാം. ഇങ്ങനെ ഒരു കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത്. ഇവിടെ 8 പോയിന്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. അപ്പൊ CRM സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് CRM സോഫ്റ്റ്വെയർ. അഡ്വാൻറ്റേജസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ത്? അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് അവിടെ ചോദിക്കാം, വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് CRM. രണ്ട് രീതിയിലായിരിക്കും ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ അതിന് ഏത് രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ഇവിടെ കുറച്ച് പോയിന്റ് ആണ്. അപ്പൊ പോയിന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഒന്നാമത് നോക്കിയേ, കോംപ്രിഹെൻസീവ്. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? സമഗ്രമായ. Comprehensive patient management software can do all the tasks in relation with the managing appointments. അല്ലോ, അപ്പോയിന്റ്മെന്റ്സ് മാനേജ് ചെയ്യുന്നതുമായിട്ട്. പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുകളൊക്കെ എടുക്കൂല അവര്. നമ്മൾ ഡോക്ടറിനെ കാണാനൊക്കെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കാറില്ലേ അല്ലെ? അപ്പോയിന്റ്മെന്റ്സ് കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട? എന്തായിട്ട്? ആ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. Comprehensive patient management software can do all the tasks in relation with the managing appointments. അപ്പോയിന്റ്മെന്റ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ടാസ്കുകളും നമുക്ക് ഈ CRM സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയി? ഒന്നാമത്തെ മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ് അവിടെ ഒരു കുഞ്ഞു വരയിട്ട് വെച്ചോ, ഡീലാറ്ററലൈസ് ചെയ്തോട്ടോ. അപ്പോയിന്റ്മെന്റ് കൈകാര്യം ചെയ്യുന്നതുമായി, അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യവും നമുക്ക് ഈ സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നോക്കിയേ, മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. അടുത്ത ഒരു അഡ്വാൻറ്റേജ് ആണ് മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. എന്താ? പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് സഹകരിച്ചു കൊണ്ടുപോകാനായിട്ട് CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. അതായത് ഇത് കണക്റ്റഡ് ആണ്, പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കണക്റ്റഡ് ആണ്. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ, അതാണ് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ്. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ, എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് അല്ലെ? മൾട്ടി ഡിപ്പാർട്ട്മെന്റ്, ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്താ പറഞ്ഞിരുന്നത്? പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ചു കൊണ്ടുപോകാനും ഈ CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് പാർട്ടീസ് ഹാസ് മെനി ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഹോസ്പിറ്റലിൽ നമുക്കറിയാം കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് തുടങ്ങിയോ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് തുടങ്ങിയോ ചാപ്റ്റർ? യെസ്. അപ്പൊ അതിനകത്ത് കുറെ ഇപ്പൊ തന്നെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഇല്ലേ? അതുപോലെ തന്നെ പ്രൈവറ്റ് ഇതാണെങ്കിൽ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ എന്താണ്? ആ ഡിപ്പാർട്ട്മെന്റുകൾ ദാറ്റ് മസ്റ്റ് വർക്ക് ഇൻ എഗ്രിമെന്റ് ടു പ്രൊവൈഡ് ദ ബെസ്റ്റ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. എന്താ? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് അല്ലെ, അവർക്ക് നല്ല സർവീസ് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നല്ല രീതിയിൽ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ നല്ല രീതിയിൽ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെ, നല്ലൊരു അനുഭവം കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് അല്ലെ? ആ സർവീസ് അല്ലാതെ നമ്മൾ ചെന്നു ഒറ്റ, ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെല്ലുമ്പോ ഫ്രണ്ട് ഓഫീസിലാണ് ചെല്ലുന്നതെന്ന് പറഞ്ഞു അല്ലെ? അവിടെ ചെന്ന് റിസപ്ഷനിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്കല്ലേ നമ്മൾ പോണത് അല്ലെ? OPD പോവില്ലേ? പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് മരുന്നുകൾ എഴുതി തന്നാൽ നമ്മൾ നെക്സ്റ്റ് ഫാർമസിയിലേക്ക് പോകേണ്ട വരും അല്ലെ? ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ റേഡിയോളജിയിലേക്ക് പോകേണ്ട വരും. ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ബ്ലഡുമായിട്ട് ലാബിലേക്ക് അല്ലെ? ലാബിലേക്ക് നമുക്ക് പോകേണ്ട വരും.
അപ്പൊ അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കണക്റ്റഡ് ആണ് അവിടെ. അപ്പൊ ഒരു പേഷ്യന്റിന് നല്ല എക്സ്പീരിയൻസ് കൊടുക്കണമെങ്കിൽ എങ്ങനെയേ പറ്റുള്ളൂ? നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ നല്ലൊരു സഹകരണം, നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ, അല്ലേ? ഒറ്റ ഒരു ഡിപ്പാർട്ട്മെന്റിന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ലല്ലോ. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് പറയണത്? അപ്പൊ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും തമ്മിൽ ഒരുമിച്ച് സഹകരിച്ച് കൊണ്ടുപോകാനായിട്ട് ഈ CRM സോഫ്റ്റ്വെയറിലൂടെ കഴിയും. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. മനസ്സിലായോ? ഈ സോഫ്റ്റ്വെയർ എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തേത് എന്ത് പഠിക്കണം? മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി അത്രയും മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. മൂന്നാമത്തെ നോക്കിയേ, CRM system can also collect and organize reports that will be beneficial is a healthcare organization. These reports can be regarding patient requests or complaints, referrals, or internal issues like medical equipment malfunctioning. അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കിയാൽ എന്താ പറഞ്ഞേക്കണേ? CRM system can also collect and organize reports that will be beneficial in a healthcare organization. ഒരു healthcare organization ബെനിഫിഷ്യൽ ആകുന്ന, ഒരു പ്രയോജനപ്രദമാകുന്ന റിപ്പോർട്ടുകള് ഓർഗനൈസ് ചെയ്യാൻ, സംഘടിപ്പിക്കാനും കളക്ട് ചെയ്യാനും CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. അതാണ് അടുത്ത് നെക്സ്റ്റ് മൂന്നാമത്തെ അത്ര അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. കളക്ട് ആൻഡ് ഓർഗനൈസ് റിപ്പോർട്ട്സ്. റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുക, ശേഖരിക്കാനും അത് സംഘടിപ്പിക്കാനും ഈ CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. റിപ്പോർട്ടുകൾ ആർക്കാണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ബെനിഫിഷ്യൽ അല്ലേ, പ്രയോജനപ്രദമല്ലേ? പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ഒക്കെ കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അടുത്ത these reports can be, ഈ റിപ്പോർട്ട് ഏതൊക്കെയാകാം? can be regarding patient request, പേഷ്യൻസിന്റെ റിക്വസ്റ്റുകൾ അല്ലെ, അല്ലെങ്കിൽ കംപ്ലൈൻസ്, then referrals, അല്ലെങ്കിൽ ഓർ ഇന്റേണൽ ഇഷ്യൂ, എന്തെങ്കിലും ഇഷ്യൂസ് ആകാം, ഇന്റേണൽ ഇഷ്യൂസ് ആകാം, ലൈക്ക് മെഡിക്കൽ എക്യുപ്മെന്റ് മാൽഫങ്ഷനിങ്. മെഡിക്കൽ എക്യുപ്മെന്റ് മാൽഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ എന്താ? തകരാറിലാക്കുന്ന സംഭവങ്ങള്. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആകാം നമുക്ക് ഈ റിപ്പോർട്ടുകള്. ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകള് കളക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. അഡ്വാൻറ്റേജ് ഫുള്ള് വേണ്ട കേട്ടോ, അതിൽ ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വരെ അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. ഓക്കെ, അഡ്വാൻറ്റേജ് മറ്റേതൊന്ന് വായിച്ചു വെച്ചേക്കാം. അതിന്റെ ഞാൻ ഷോർട്ട് ചെയ്ത് തരുന്ന കേട്ടോ, ഫുള്ള് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഇനി അടുത്ത് നോക്കിയേ, ഫോർത്ത് പോയിന്റ്, സേവ് time and resources. Each doctor and nurse at your hospital or private parties can automate their calendar with the CRM software. അടുത്തത് എന്താ? CRM സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് ടൈം, നമുക്കിപ്പോ ഇല്ലാത്തൊരു കാര്യം സമയമല്ലേ, നമുക്ക് ടൈം ലാഭിക്കാം. ആൻഡ് റിസോഴ്സസ്, ആ റിസോഴ്സുകളെ നമുക്ക് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങളെ, റിസോഴ്സുകളെ, ടൈം, ഇതൊക്കെ സേവ് ചെയ്യാനും CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. Each doctor and nurses at your hospital or private party can automate their calendar with the CRM software. ഇപ്പൊ ഡോക്ടറിനായിക്കോട്ടെ നേഴ്സിനായിക്കോട്ടെ ഈ CRM സോഫ്റ്റ്വെയറിലൂടെ അവർക്ക് അവരുടെ കലണ്ടർ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ എന്താ? നമുക്കിപ്പോ വല്ല സർജറിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡോക്ടറിന് അവിടെ ഓട്ടോമാറ്റ്, അവിടെ നമുക്ക് എന്താ പറയാ, ഇന്ന ദിവസം ഇന്ന സർജറി ഉണ്ട് എന്നുള്ളത് ഫിക്സ്ഡ് ആക്കി വെക്കാം. അവിടെ അവർക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും.
കണ്ടോ, പുറത്തുനിന്ന് ഡോക്ടേഴ്സ് ഏതൊക്കെ സമയത്ത് ഉണ്ടാകും, എത്ര സമയം വരെ നമുക്ക് കൺസൾട്ടേഷൻ ഉണ്ടാകും, എപ്പോഴാണ് റൗണ്ട്സിന് പോകുന്നത്, സർജറിന്റെ ഷെഡ്യൂള്, ഇതെല്ലാം ആ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് CRM സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് അങ്ങനെ ടൈം ലാഭിക്കാൻ പറ്റൂലേ, പെട്ടെന്ന് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, ഇന്ന ദിവസം എല്ലാ സർജറിയും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര സർജറി ഉണ്ട്, എത്ര ടൈമാണ്, അവർക്കുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സ്വയം ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റും. തേർഡ് പോയിന്റ് ഒന്നും കൂടി പറയാമോ അശ്വതി? തേർഡ് പോയിന്റ് എന്താ, ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ബെനിഫിഷ്യൽ ആകുന്ന എല്ലാ റിപ്പോർട്ടും ഒക്കെ ശേഖരിക്കാനും സംഘടിപ്പിക്കാനും CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. അത്രയും മതി, അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി അവിടെ. Collect and organize reports that will be beneficial is a healthcare organization. ഒരു healthcare organization അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ബെനിഫിഷ്യൽ ആകുന്ന, പ്രയോജനപ്രദമാകുന്ന എല്ലാ റിപ്പോർട്ടുകളും ശേഖരിക്കാനും സംഘടിപ്പിക്കാനും CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. എല്ലാ റിപ്പോർട്ടും നമുക്ക് CRM സോഫ്റ്റ്വെയറിൽ സൂക്ഷിച്ചു വെക്കാം. ഓക്കെ, ഈ റിപ്പോർട്ട് എന്തിനെ സംബന്ധിക്കുന്നതാണെന്നാണ് അടുത്ത് പറഞ്ഞേക്കണത്. പേഷ്യൻസിന്റെ എന്തെങ്കിലും അവര് പറഞ്ഞ എന്തെങ്കിലും റിക്വസ്റ്റുകൾ സംബന്ധിച്ചാകാം, എന്തെങ്കിലും കംപ്ലൈന്റ്സുകളെ കുറിച്ചുള്ള റിപ്പോർട്ട് ആകാം, എന്തെങ്കിലും റെഫറൻസിന് വേണ്ടി കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റേണൽ ഇഷ്യൂസ്, ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകൾ നമുക്ക് CRM സോഫ്റ്റ്വെയറിൽ ശേഖരിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത നാലാമത്തെ പോയിന്റ്, സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. ഓക്കെ, പറഞ്ഞല്ലോ, ഡോക്ടറിന് സ്വയം അവരുടെ കാര്യങ്ങള് കലണ്ടർ, അല്ലെങ്കിൽ അവർക്ക് കലണ്ടർ സെറ്റ് ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ ഓട്ടോമാറ്റ് ചെയ്യുന്നത് വഴി അവർക്ക് സമയം ലാഭിക്കാം, റിസോഴ്സുകൾ ലാഭിക്കാം, അല്ലെ? അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, സ്വന്തമായിട്ട് CRM സോഫ്റ്റ്വെയറിൽ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് ഡോക്ടറെ നോക്കി അറിയാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ നേഴ്സിനോ ഒക്കെ അത് ടൈമും റിസോഴ്സും ലാഭിക്കാനായിട്ട് CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. അടുത്ത നോക്കി അഞ്ചാമത്തെ പോയിന്റ്, റെഡ്യൂസ് ഇറേഴ്സ് ഇൻ മെഡിക്കൽ ബിൽ. മെഡിക്കൽ ബില്ലിൽ ഉണ്ടാക്കുന്ന പിശകുകൾ കുറയ്ക്കാൻ സാധിക്കും. എല്ലാം സിസ്റ്റത്തിൽ ചെയ്യുമ്പോ പിശകുകൾ വരുമോ, കണക്കിൽ വല്ല തെറ്റുകൾ വരുമോ, കൂട്ടിയിട്ട് എഴുതുമ്പോ ചിലപ്പോ ബില്ലിലൊക്കെ ചിലപ്പോ വ്യത്യാസം വരാം. ഇതിപ്പോ എന്താ, മെഡിക്കൽ ബില്ലില് പിശകുകൾ വന്നത് കുറയ്ക്കാൻ പറ്റും. സോഫ്റ്റ്വെയറിലല്ല ചെയ്യുന്നേ, സിസ്റ്റത്തിലല്ലേ നമ്മൾ ചെയ്യുന്നത്, CRM സോഫ്റ്റ്വെയറിൽ കൂടിയാണ് ചെയ്യുന്നത്. അപ്പോ എന്താ, മെഡിക്കൽ ബില്ലുകളിൽ ഉണ്ടാകുന്ന പിശകുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആവുന്നില്ലേ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറയ്ക്കുക. എന്ത് കുറയ്ക്കാൻ? ഇറേഴ്സിംഗ് മെഡിക്കൽ ബിൽ. മെഡിക്കൽ ബില്ലിൽ വരുന്ന പിശകുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു. ഏതിലൂടെ? CRM സോഫ്റ്റ്വെയറിലൂടെ. നെക്സ്റ്റ് ആറാമത്തെ നോക്കിയേ, ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. ഇമെയിൽ ഓട്ടോമേഷൻ ഓർ SMS മേക്ക് ഷുവർ ദാറ്റ് ടൈംലി റെസ്പോൺസ് ആർ സെൻഡ് ടു ദ പേഷ്യന്റ്. ഫോർത്ത് പോയിന്റ് എന്താണ്? ടൈമും റിസോഴ്സും സേവ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഡോക്ടറിന് തന്നെ അവർക്കൊരു കലണ്ടർ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഓട്ടോമാറ്റ് ചെയ്യുക, സിസ്റ്റത്തിൽ നമുക്ക് അവർക്ക് ചെയ്യാം. ഇപ്പൊ സർജറി ഫിക്സ് ചെയ്ത ഡേറ്റുകള്, അല്ലെങ്കിൽ റൗണ്ട്സിന് പോകുന്ന സമയം, കൺസൾട്ടേഷൻ, ഈ ഹോസ്പിറ്റലിൽ ഇന്ന ദിവസം കൺസൾട്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പല ഹോസ്പിറ്റലിലൊക്കെ പോകുന്നവരായിരിക്കുമല്ലോ ഡോക്ടേഴ്സ്. അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഈ CRM സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ അങ്ങനെ ടൈമും റിസോഴ്സുകളും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ലാഭിക്കാൻ പറ്റും. നമ്മളിങ്ങനെ വല്ല ബുക്കിലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പേജ് മറച്ചു നോക്കി ചെക്ക് ചെയ്തൊക്കെ കണ്ടുപിടിക്കണ്ടേ? ഇതാ ഒരു ഒറ്റ ക്ലിക്കിൽ നമുക്ക് സിസ്റ്റത്തില് അവരുടെ ആ ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ടൈമും റിസോഴ്സും ലാഭിക്കാം. അടുത്തതാണ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ഒരു അഡ്വാൻറ്റേജ് ആണ്. CRM സോഫ്റ്റ്വെയറിന്റെ അടുത്ത അഡ്വാൻറ്റേജ് ആണ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. ഇമെയിൽ ഓട്ടോമേഷൻ ഓർ SMS മേക്ക് ഷുവർ ദാറ്റ് ടൈംലി റെസ്പോൺസ് ആർ സെൻഡ് ടു പേഷ്യന്റ് ഇൻബോക്സ് ആഫ്റ്റർ ദേ ടേക്ക് ആക്ഷൻ ഇൻ സം വേ. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? അതായത് സമയബന്ധിതമായ റെസ്പോൺസ് കൊടുക്കാൻ പറ്റുന്നു. അതായത് പേഷ്യന്റുമായിട്ടേ അവർക്ക് കറക്റ്റ് സമയത്ത് ഒരു റെസ്പോൺസ് കൊടുക്കാൻ പറ്റും.
അങ്ങനെ പേഷ്യന്റും ആ നമ്മുടെ ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. അതായത് പേഷ്യന്റിന് എന്തെങ്കിലും ആവശ്യപ്പെട്ടാല് നമുക്ക് കൃത്യസമയത്ത് തന്നെ SMS വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഒക്കെ കൊടുക്കാൻ പറ്റും. മെഡിക്കൽ ഹിസ്റ്ററി കാര്യങ്ങള് ഇപ്പൊ എന്തെങ്കിലും വന്ന് പെട്ടെന്ന് പേഷ്യന്റ് നമ്മളോട് ചോദിക്കുകയാണ്, ഇതിന്റെ റിസൾട്ട് ഒന്ന് തരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളോട് ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസപ്ഷനിൽ നിന്ന് നമുക്ക് ഈ CRM സോഫ്റ്റ്വെയറിൽ എല്ലാ കാര്യങ്ങളും അവിടെ ഇല്ലേ, അപ്പൊ അതിന് പെട്ടെന്ന് തന്നെ ആ ടൈംലി റെസ്പോൺസ് എന്ന് വെച്ചാൽ സമയബന്ധിതമായി പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, റെസ്പോൺസ് കൊടുക്കാനും പറ്റുന്നു. അത് ഇമെയിൽ വഴി വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ SMS അയച്ചു കൊടുക്കാം, ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താണ് ചുരുക്കി പറഞ്ഞേക്കുന്നത്, പേഷ്യന്റുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. ക്ലിയർ ആയില്ലേ? അത് പേഷ്യൻസ് എന്തെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, ഹോസ്പിറ്റലിലോട് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഹോസ്പിറ്റലിൽ ചോദിക്കുകയാണെങ്കിൽ SMS വഴി അയച്ചു കൊടുക്കാം. ക്ലിയർ ആയില്ലേ? അല്ലെങ്കിൽ ഇമെയിൽ വഴിയൊക്കെ അവർക്ക് ഈ സോഫ്റ്റ്വെയറിൽ കൂടെ തന്നെ അയച്ചു കൊടുക്കാൻ പറ്റും. Seventh point, CRM software will allow you to segment your patients based on their health issues, location, age, gender. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ, CRM software will allow, അനുവദിക്കുക. CRM software will allow you to segment your patients. എന്താ സെഗ്മെന്റ് എന്ന് വെച്ചാൽ പല ഇതായിട്ട് പേഷ്യൻസിനെ പല വിഭാഗങ്ങളായിട്ട് തിരിക്കാനും CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അവരുടെ ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പൊ എല്ലാവർക്കും ഒരേ പ്രശ്നങ്ങളായിരിക്കും. ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിനും ഒരേ രോഗമായിട്ട് വരുന്നതാണോ? ഇല്ല, അല്ലെ? പല കാറ്റഗറിയിലുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് അവർക്കുടെ ഇത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആ എന്താ പറയാ ഓരോ സെക്ഷനാക്കി അല്ലെങ്കിൽ ഓരോ വിഭാഗമായിട്ട് തിരിക്കാൻ പറ്റും. അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് നോക്കിയിട്ട്, അല്ലെങ്കിൽ ലൊക്കേഷൻ, ഏജ്, പ്രായം അനുസരിച്ച്, ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ, ജെൻഡർ അനുസരിച്ചൊക്കെ പേഷ്യൻസിനെ എന്ത് ചെയ്യാം, പല വിഭാഗങ്ങളായിട്ട് തിരിക്കാനും CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. ആ ഇൻപേഷ്യൻസിനെ വേർതിരിക്കാൻ, സെപ്പറേറ്റ് ചെയ്യാനും CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. എന്തിനു ബേസ് ചെയ്തിട്ടാ? അവരുടെ ഹെൽത്ത് ഇഷ്യൂസ്, അവരുടെ ലൊക്കേഷൻ, ഏജ്, ജെൻഡർ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവരെ പല വിഭാഗങ്ങളാക്കി തിരിക്കാൻ സാധിക്കും. ഇനി നോക്കിയേ, ഇറ്റ് ഓൾസോ കണക്ട്, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ, പ്രത്യേകം കണക്ട് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. ഇറ്റ് ഓൾസോ കണക്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫംഗ്ഷൻ. കണ്ടോ, CRM സോഫ്റ്റ്വെയർ ഫ്രണ്ട് ഓഫീസിനെയും ബാക്ക് ഓഫീസിലെയും പ്രവർത്തനങ്ങളെയും കണക്ട് ചെയ്യുന്നു, തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഫ്രണ്ട് ഓഫീസ് നമ്മൾ പറഞ്ഞില്ലേ, റിസപ്ഷൻ, നമ്മള് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പേഷ്യന്റ് ചെന്ന് കഴിഞ്ഞാല് പറഞ്ഞുതരാം കേട്ടോ. പേഷ്യന്റ് ചെന്ന് കഴിഞ്ഞാല് നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലം ഫ്രണ്ട് ഓഫീസ്. ബാക്ക് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ്, HR, ഹ്യൂമൻ റിസോഴ്സ്, ഇതൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള ഇതാണ് ഇത് ബാക്ക് ഓഫീസ് ഫങ്ഷൻസ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഫ്രണ്ട് ഓഫീസിനെയും ബാക്ക് ഓഫീസിലെയും പ്രവർത്തനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഏതിലൂടെ സാധിക്കും? CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. അത് അണ്ടർലൈൻ ചെയ്യുക. ലാസ്റ്റ് 8ാമത്തെ പോയിന്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡാഷ് കണക്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫങ്ഷൻസ്. ആരെ കണക്ട് ചെയ്യുന്നത്? CRM സോഫ്റ്റ്വെയർ. CRM സോഫ്റ്റ്വെയർ കണക്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫങ്ഷൻ. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? അപ്പൊ അതിൽ നിന്ന് 2 രീതിയിൽ ചോദിക്കാം. അഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. 7th പോയിന്റ് ആണ്. 7th പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കണ്ട, നിങ്ങൾ അതിന്റെ അഡ്വാൻറ്റേജിന്റെ കൂട്ടത്തിൽ മതി. അതിൽ 8 പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തിടണം. അത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തും ചോദിക്കാതെന്ന്. ഡാഷ് കണക്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫങ്ഷൻസ്. ഫ്രണ്ട് ഓഫീസിലെയും ബാക്ക് ഓഫീസ് ഫങ്ഷനെയും പ്രവർത്തനങ്ങളെ കണക്ട് ചെയ്യുന്നത് CRM ആണ്. ഒന്നാമത്തെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അഡ്വാൻറ്റേജ് ഫുള്ള് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയേ. എന്താണ് ഒന്നാമത്തെ? അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ CRM സോഫ്റ്റ്വെയർ സഹായിക്കും. കിട്ടിയില്ലേ? മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ്, അതാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടത് അല്ലെ.
അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ CRM സോഫ്റ്റ്വെയറിലൂടെ സഹായിക്കും. പിന്നെ രണ്ടാമത്തെ പോയിന്റിൽ എന്താ, മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ അല്ലെ, പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് സഹകരിച്ചു കൊണ്ടുപോകാനായിട്ട് ഈ CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. പിന്നെ അടുത്തത് എന്താ, മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, എല്ലാ റിപ്പോർട്ടുകളും collect and organize reports that will be beneficial in healthcare organization. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് പ്രയോജനപ്രദമാകുന്ന എല്ലാ റിപ്പോർട്ടുകളും കളക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ, ഡോക്ടറിന്, നേഴ്സിനൊക്കെ, പ്രൈവറ്റ് പാർട്ടീസ്, ഇവർക്കൊക്കെ അവരുടെ ടൈമും റിസോഴ്സുകളും സേവ് ചെയ്യാൻ സാധിക്കും. ഡോക്ടറിനൊക്കെ സ്വന്തമായിട്ട് ഓട്ടോമാറ്റ് ചെയ്യാം, അവർക്കൊരു ഷെഡ്യൂൾ ചെയ്യാം അല്ലെ. അവർക്ക് CRM സോഫ്റ്റ്വെയറിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ടൈം കുറെ ലാഭിക്കാൻ പറ്റും. ഓൾറെഡി ഓരോ കാര്യങ്ങൾ നേരത്തെ അവിടെ സെറ്റ് ചെയ്ത് വെക്കാം അവർക്ക്. അങ്ങനെ ടൈമും റിസോഴ്സുകളും സേവ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ മെഡിക്കൽ ബില്ലിലുണ്ടാകുന്ന ഇറേഴ്സ് കുറയ്ക്കാൻ സാധിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. അതായത് പേഷ്യന്റുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, അവർക്ക് ടൈംലി റെസ്പോൺസ് കൊടുത്ത്, പേഷ്യൻസ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇമെയിലോ SMS വഴിയൊക്കെ നമുക്ക് അതിന് റെസ്പോൺസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ പേഷ്യന്റും ഹോസ്പിറ്റലുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. പിന്നെ എന്താ പറഞ്ഞ, പല കാറ്റഗറിയിൽ വരുന്നതാണ് പേഷ്യൻസ്. അങ്ങനെ CRM സോഫ്റ്റ്വെയറിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസിനെ പല സെഗ്മെന്റുകളായിട്ട്, വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ സാധിക്കുന്നു. അവരുടെ ഹെൽത്ത് ഇഷ്യൂസിനെ ബേസ് ചെയ്ത് ലൊക്കേഷൻ, ഏജ്, ജെൻഡർ എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി പല വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ സാധിക്കുന്നു. ലാസ്റ്റ് എന്താ, ഇറ്റ് ഓൾസോ കണക്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫംഗ്ഷൻ. ഫ്രണ്ട് ഓഫീസിലെ പ്രവർത്തനങ്ങളെയും ബാക്ക് ഓഫീസിലെ പ്രവർത്തനങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യാനും CRM സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. ഇപ്പൊ ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ്സ് മനസ്സിലാവുന്നുണ്ടോ? അഡ്വാൻറ്റേജസ് ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് CRM സോഫ്റ്റ്വെയർ സാമ്പിൾ ആണ് കേട്ടോ. ഇതൊന്ന് നോക്കി നിങ്ങള്. ഒരു മെഡിക്കൽ ഇതിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കൂല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു ഇത് തന്നിട്ടുണ്ടെന്നുള്ളൂ. പേഷ്യൻസിന്റെ മെഡിക്കേഷൻ, മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആട്ടോ. മെഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കണ്ടോ. അവിടെ മെഡിക്കേഷന് എന്തൊക്കെ കാര്യങ്ങളാണ്, നെയിം ഉണ്ട്, പേഷ്യന്റ് പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, സിപ്പ് കോഡ്, പിന്നെ മെഡിക്കേഷൻസ്, ഡ്രഗ് പ്രിസ്ക്രിപ്ഷൻ, എന്തൊക്കെ മരുന്നാണ് കൊടുത്തേക്കണത് അല്ലെ. അവിടെ കണ്ടോ ഡ്രഗ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മരുന്നിന്റെ പേര്. പിന്നെ അതുപോലെ തന്നെ എന്താ, ലാസ്റ്റ് ഫിൽറ്റേർഡ് ബൈ, പിന്നെ അടുത്ത മെഡിക്കേഷൻ, പിന്നെ ലാസ്റ്റ് ഡേറ്റ്, ലാസ്റ്റ് വന്നു പോയ ഡേറ്റ്, പിന്നെ അടുത്ത പ്രിസ്ക്രൈബർ, ഏത് ഡോക്ടറാണോ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഡീറ്റെയിൽസ് CRM സോഫ്റ്റ്വെയർ സാമ്പിൾ ആണ്. ഇതാണ് ആ CRM സോഫ്റ്റ്വെയർ. ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കിടക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്. മെഡിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അതിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കൂല. ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഡീറ്റെയിൽ ആണ്. നമ്മൾ ചെന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കൂലേ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാന്ന് നോക്കിയേ. മെമ്പർഷിപ്പ് ID, അത് നമ്മൾക്ക് ഈ MRD നമ്പർ തരൂല, ID നമ്പർ തരൂല, നമുക്കൊരു വലിയ നമ്പർ അല്ല, 5 അക്ക ഉള്ളത്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്കൊരു കാർഡും നമ്പറും ഉണ്ടാവില്ലേ. പിന്നെ നമ്മുടെ പേരിലല്ല പ്രസക്തി, നമ്മൾ പിന്നെ ചെല്ലുമ്പോ ആ നമ്പർ പറഞ്ഞാൽ മതി അല്ലെ. റിസപ്ഷനിൽ ചെല്ലുമ്പോ നമ്മുടെ ID നമ്പർ അതിൽ ചെയ്തിട്ട് നമുക്ക് ആ കാർഡ് കൊടുക്കാം, അല്ലെങ്കിൽ ID നമ്പർ പറഞ്ഞു കൊടുത്താലും മതി. നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് എടുത്താൽ നമ്മുടെ ഹിസ്റ്ററി മുഴുവനും അതിനകത്ത് കിട്ടും അല്ലേ. അതാണ് മെമ്പർഷിപ്പ് ID ഉണ്ടാവും. പിന്നെ നെയിം, പേഷ്യന്റിന്റെ പേര്, അവിടെ ഡേറ്റ്, ടൈപ്പ് ഓഫ് സർവീസ്, ഏത് ടൈപ്പ് സർവീസാ വേണ്ടേ. കണ്ടോ ഇവിടെ കൊടുത്തേക്കുന്നത് ന്യൂട്രീഷൻ കൗൺസിലിംഗ് എന്നാണ് ഇവിടെ കൊടുത്തേക്കണേ. കണ്ടോ. പിന്നെ അടുത്ത അത് സേവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയറിലേക്ക് പോകും. കണ്ടോ, ലാസ്റ്റ് ലോഗ് ഔട്ട്. ഇത് അപ്പോയിന്റ്മെന്റുമായിട്ട് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റിന്റെ ഡീറ്റെയിൽ ആണ്. CRM സോഫ്റ്റ്വെയറിലെ അപ്പോയിന്റ്മെന്റിന്റെ ഡീറ്റെയിൽ ആണ് ഇത്. ആദ്യത്തെ മെഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽ ആണ്.
അത് രണ്ടും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിൽ നിന്നൊന്നും എക്സാമിനൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. അതിന്റെ ആ സ്ട്രക്ചർ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് അവിടെ കാണിച്ചേക്കുന്നതെന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? എന്നെടുത്ത് അത്രയും കുറച്ചേ നമ്മൾ പഠിച്ചുള്ളൂ അല്ലെ? ഇവിടെ ആദ്യത്തെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു. വേർഡിന്റെ മീനിങ് പറഞ്ഞു. പിന്നെ ഏത് വേർഡിനാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്? CRM, കസ്റ്റമർ സർവീസ് എന്താണ്? പിന്നെ CRM, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒക്കെ നോട്ട് ചെയ്യണം കേട്ടോ. എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്യണം. പിന്നെ CRM, ഹെൽത്ത് കെയർ CRM സോഫ്റ്റ്വെയർ, പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ്, അഡ്വാൻറ്റേജസ് ഓഫ് CRM. അഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ അങ്ങനെയൊക്കെ ചോദിക്കാം. രണ്ട് രീതിയിൽ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ 8ാമത്തെ പോയിന്റ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തില്ല കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ നെക്സ്റ്റ് മൺഡേ വരുമ്പോഴത്തേക്കും ഒക്കെ ഒന്ന് വായിച്ച് ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. മൺഡേയിലേക്ക് വെക്കരുത്. ഈ അന്നന്ന് എടുക്കുന്നത് ചെറിയ ക്ലാസ്സിലെ പിള്ളേര് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചില്ലേ, അതുപോലെ തന്നെ ഇപ്പൊ വലുതായി വെച്ചാലും നിങ്ങൾ അങ്ങനെ ആക്കാൻ നിൽക്കണ്ട. അന്നന്ന് എടുക്കുന്ന അത്രയും കാര്യങ്ങള് ഇനി ഒരു പ്രാവശ്യം വായിച്ചാൽ പോരെ, നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും അല്ലെ? ഇനി പിന്നെ എക്സാമിന് നിങ്ങൾക്ക് കൂളായിട്ട് എഴുതാം. എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റും. നമ്മുടെ മനസ്സിൽ തങ്ങിയേക്കും. ഇന്ന് എടുക്കുന്ന കാര്യങ്ങള് ഇന്ന് തന്നെ വായിച്ചു വെക്കുക. ഒരു പ്രാവശ്യം കിടക്കുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം എന്തായാലും. അപ്പൊ വലിയ എക്സാമിന് നമ്മൾ ടെൻഷൻ അടിക്കില്ല. ഇന്നത് കൂട്ടി വെച്ചു, നാളെ അങ്ങനെ എല്ലാ ദിവസത്തെ കൂട്ടി വരുമ്പോ എക്സാം വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടായിരിക്കും. ഞാനിത് എന്റെ ഒരു പിള്ളേര് ഇവിടെ പറയുന്നതിന്റെ ഒരു ബേസിൽ ഞാൻ പറഞ്ഞാട്ടോ. എക്സാമിന് റെഗുലർ ആയിട്ട് വായിച്ചു പോണ പിള്ളേർക്ക് ഈസി ആയിരിക്കും എക്സാം. ഒരു പ്രശ്നമില്ല, കൂളായിട്ട് അവർ എക്സാം എഴുതും. അല്ലാതെ സമയം കിട്ടാത്തവര് അങ്ങനെയൊക്കെ വായിക്കാതെ കൂട്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇനി നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ മാം വരും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.